ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗേൾസിൻ്റെ ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഷോളൊക്കെ ഉണ്ടല്ലോ, കൊണ്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഷോൾ കൊണ്ട് ചെയ്യുമ്പോൾ വലിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ആ മൊത്തം ഷോളും എടുക്കാം. നമ്മുടെ ഒരു ഷോള് 2.5 ഒക്കെ ആണല്ലോ, അത് മുഴുവനായിട്ടും വേണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സാരി കൊണ്ട് ചെയ്യാം. അങ്ങനെ എന്നാ തുണി വേണം, അല്ല നമ്മൾ തുണി മെറ്റീരിയലായിട്ട് എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതി ഇത്രയും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് ബെൽറ്റിനായിട്ട് ഞാൻ ഇതിലൊരു 4 ഇഞ്ച് വീതിപ്പാടെന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. നീളത്തിൽ നിന്നല്ല, വീതിയിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ഇതിൽ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് 2 മീറ്റർ തുണിയേ ഉള്ളൂ. ഇതൊരു 9 വയസ്സുള്ള കൊച്ചിന് വേണ്ടിയിട്ടാണ്. വലിയ പിള്ളേർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തുണി കൂടുതൽ എടുക്കുക. എൻ്റെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇടുവാണ്. അത് ഇങ്ങനെ 4ആയിട്ട് മടക്കി കഴിയുമ്പോൾ എന്തോരം ഉണ്ടോ ആ ഒരളവിലേക്ക് ഇതിനെ നമ്മൾ മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ആ മൊത്തം ഉണ്ടായിരുന്നത് നമുക്ക് ഇത്രയും, ഇതൊരു 9 ഇഞ്ച് വന്നിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും 9 ഇഞ്ച് ആ ഒരളവ് തന്നെ മതി കേട്ടോ. വലിയ പിള്ളേർക്കാണേലും ഈ ഒരളവ് തന്നെ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വെട്ടിയെടുത്ത സൈഡുണ്ടല്ലോ, അവിടെ ഒന്ന് മടക്കി അടിക്കണം. മറ്റേ വശം വേണ്ട, അവിടെ തേരാണ്. പിന്നെ താഴത്തെ മറ്റേ അറ്റവും കൂടെ അരികുവശം അവിടവും വീതിപ്പാടിൽ നമ്മൾ വെട്ടിയെടുത്തോടെ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൈപ്പിങ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ തള്ളിയിട്ടിട്ട് വേണം, ബാക്കിൽ കെട്ടാൻ പാകത്തിനുള്ള വള്ളി തള്ളിയിട്ടിട്ട് വേണം നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ കണ്ടല്ലോ. എന്നിട്ട് നമ്മളിത് പൈപ്പിങ് ഈ നൂലൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ വെട്ടിക്കളയണം കേട്ടോ. ഞാനത് വെട്ടിക്കളഞ്ഞില്ല, അതിന് മുന്നേ ഞാൻ കാണിച്ചു തരുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ പൈപ്പിങ് അടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുവാണ്. അപ്പോൾ നമ്മൾ അറ്റത്തുനിന്ന് മുതലേ ഇങ്ങനെ വെച്ച് അടിച്ച് വരണം. ഈ വള്ളിയുടെ അറ്റത്തുനിന്ന് മുതലേ നമ്മളിങ്ങനെ തുടങ്ങണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അടിച്ച ഈ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് ഇതിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പുറത്തോട്ട് മടക്കുന്നു. അപ്പോൾ ആ തുമ്പ് ഉള്ളിലേക്ക് പൊക്കോളും. അറ്റത്തുനിന്ന് മുതലേ നമ്മളിങ്ങനെ അങ്ങ് വെച്ച് അടിച്ചടിച്ച് വന്നാൽ മതി. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് അടിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മളിതിങ്ങനെ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ താഴ്ഭാഗം, ഇത് നല്ല വശം ഏതാണെന്ന് നോക്കിയിട്ട് അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല വശത്താണ് നമ്മളിപ്പം അത് ചെയ്തത്. അകമ്പുറം ഉണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മൾ നോക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട് വരുന്നിടത്ത് പിന്നെ ബാക്കിലേക്ക് എടുക്കുമ്പോഴും അതേ വശം തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഷോൾഡർ എത്രയാണോ വേണ്ടത് ആ അളവ് മുഴുവനായിട്ടും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഷോൾഡർ ഇതിന് 12 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് നമ്മളൊരു 4 ഇഞ്ച് ലെങ്ത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ 4 ഇഞ്ച് മതി കേട്ടോ. ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുന്നു. അവിടെ നിന്ന് താഴത്തോട്ട് 4 ഇഞ്ച് എടുത്തു. പിന്നെ അവിടെ നിന്ന് നമുക്ക് കൈക്കുഴിയുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതെടുക്കുക. ഞാനിവിടെ ഒരു 5.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 4 ഇഞ്ച് ആദ്യം എടുക്കുക. അവിടെ നിന്ന് കൈക്കുഴി എത്രയാണോ വേണ്ടത്, ഇച്ചിരി മുതിർന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 6 ഇഞ്ച് കൈക്കുഴി കൊടുക്കാം. ഇതിന് ഞാൻ 5 കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ അത് വരച്ചെടുത്തു. കൈക്കുഴി വെട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ വെട്ടിയെടുത്തു കൈക്കുഴി. ഇതിൽ വേണമെങ്കിൽ പൈപ്പിങ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ലേസാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് പൈപ്പിങ്ങിനെ കഴിഞ്ഞ് എളുപ്പം നമുക്ക് ലേസ് കൊടുക്കുന്നതാണ്. അപ്പം എത്ര വലിയ റിസ്ക് എടുക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ലേസാണെങ്കിൽ വെച്ചടിച്ച് മതി. അതിലോട്ടങ്ങ് വെച്ച് ഇതുപോലെ അങ്ങ് വെച്ചടിച്ചെടുത്താൽ മതി. ലേസാണെങ്കിൽ നമ്മളിങ്ങനെ 2 കൈയുടെ നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ ബെൽറ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ട് ഞാനിത് 4 മടക്കി കഴിഞ്ഞപ്പോൾ 19 ഇഞ്ചുണ്ട്. ബാക്കിലേക്ക് കെട്ടാനുള്ള ഒരു ലെങ്ത്തും കൂടെ കൂട്ടി നമ്മളിത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു വെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ആ സെൻറ്ററിൻ്റെ, അതായത് ബെൽറ്റ് നമ്മൾ കെട്ടുമ്പോൾ ഫ്രണ്ടിൽ മാത്രം നമുക്ക് ലേസ് മതി, പുറകിലേക്ക് നമുക്ക് ലേസ് വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് ലേസ് മുകളിലും താഴെയും പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ കണ്ടല്ലോ. ഫ്രണ്ടിലെ അതിൻ്റെ അളവിൽ മാത്രമേ നമ്മളിപ്പോൾ ലേസ് കൊടുത്തിട്ടുള്ളൂ. ബാക്കിലേക്ക് നമ്മൾ വള്ളി കെട്ടി വെക്കുവാണല്ലോ, അപ്പോൾ അതിന് ലേസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോൾ ഉള്ള ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക കേട്ടോ.